നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. ഇറാൻ ഇസ്രയേൽ യുദ്ധം പുകയുമ്പോൾ പുതിയ ഇസ്ലാമിക് റവല്യൂഷണറി ഗാർഡ് മേധാവിയെ നിയമിച്ചിരിക്കുകയാണ് ഇറാൻ. ബ്രിഗേഡിയർ ജനറൽ മജീദ് ബദാമിയെയാണ് ഇറാൻ റവല്യൂഷണറി ഗാർഡ് ഇന്റലിജൻസ് വിഭാഗത്തിന്റെ പുതിയ തലവനായി നിയമിച്ചിട്ടുള്ളത്. കഴിഞ്ഞ ആഴ്ച ഇസ്രയേൽ നടത്തിയ ആക്രമണത്തിൽ കൊല്ലപ്പെട്ട മുഹമ്മദ് കസീമിക്ക് പകരമായാണ് മജീദ് ഗദാമി ചുമതലയേറ്റത്. ഔദ്യോഗിക വാർത്താ ഏജൻസിയായ ഇർനയാണ് ഇക്കാര്യം പുറത്തുവിട്ടത്. ഞായറാഴ്ച ഇസ്രയേൽ നടത്തിയ ആക്രമണത്തിൽ റവല്യൂഷണറി ഗാർഡ് ഉദ്യോഗസ്ഥരായ ഹസൻ മുഹാഗെഗ്, മെഹ്സൻ ബഗേരി എന്നിവരും കൊല്ലപ്പെട്ടിരുന്നു. ജൂൺ 13 ഹൊസൈൻ സലാമി കൊല്ലപ്പെട്ടതിനെ തുടർന്നാണ് മേജർ ജനറൽ മുഹമ്മദ് പാക്പൂർ ആണ് ഈ സ്ഥാനത്തിരുന്നത്. പിന്നീട് മുഹമ്മദ് പാക്പൂർ ആണ് ബ്രിഗേഡിയർ ജനറൽ മജീദ് ഖദാമിയെ റവല്യൂഷണറി ഗാർഡ് ചീഫായി മജീദ് ഖദാമിയെ നിയമിച്ചത്. കഴിഞ്ഞ ആഴ്ച ഇറാനിലെ ആണവ സൈനിക കേന്ദ്രങ്ങളിൽ ഇസ്രയേൽ ശക്തമായ വ്യോമാക്രമണം നടത്തിയിരുന്നു. ഇറാൻ ആണവായുധം വികസിപ്പിക്കുന്നതിന് ഒരുങ്ങുകയാണെന്നാണ് ഇസ്രയേൽ പ്രതികരിച്ചത്. എന്നാൽ ഈ വാദത്തെ ഇറാൻ പൂർണ്ണമായി തള്ളിയിരുന്നു. ഇസ്രയേലിന്റെ കടുത്ത ആക്രമണത്തിൽ ഇറാന്റെ നിരവധി IRGC ഉദ്യോഗസ്ഥർ കൊല്ലപ്പെട്ടിരുന്നു. ഇതേ തുടർന്ന് ഇറാൻ നടത്തിയ പ്രത്യാക്രമണത്തിൽ ഇസ്രയേലിലെ ഒരു ആശുപത്രി തകർന്നു. കഴിഞ്ഞ വെള്ളിയാഴ്ച ഇറാന്റെ പരമോന്നത നേതാവ് അലി ഖമനേയി മുഹമ്മദ് പാക്പൂറിനെ ചീഫായി നിയമിച്ചപ്പോൾ ഇനി നരകത്തിന്റെ കവാടങ്ങൾ തുറക്കുമെന്ന് ഇസ്രയേലിനോട് ഭീഷണി മുഴക്കിയിരുന്നു. അതേസമയം ഇറാനെതിരായ ആക്രമണത്തിൽ ഇസ്രയേലിന് ആരുടെയും സഹായം ആവശ്യമില്ലെന്നാണ് ബെഞ്ചമിൻ നെതന്യാഹു പ്രതികരിച്ചത്. ഇറാന്റെ ആണവശേഷി നിർവീര്യമാക്കുവാൻ ഞങ്ങൾ ഒറ്റയ്ക്ക് പ്രവർത്തിക്കും. അമേരിക്ക പിന്തുണയ്ക്കുന്ന കാര്യം പ്രസിഡന്റ് ട്രംപിന്റെ തീരുമാനമാണെന്നും അദ്ദേഹം പറയുന്നുണ്ട്. ഇറാനിലെ അധികാരമാറ്റം ഔദ്യോഗികമായി ഇസ്രയേൽ ലക്ഷ്യമിടുന്നില്ല, പക്ഷേ അന്തിമ ഫലം അതായിരിക്കും. അധികാരമാറ്റത്തെക്കുറിച്ച് ഇറാനിലെ ജനങ്ങൾ തന്നെ തീരുമാനമെടുക്കട്ടെ എന്ന് നെതന്യാഹു പറഞ്ഞു. ഇതിനിടെ ഇറാൻ പരമോന്നത ആത്മീയ നേതാവ് ആയത്തുള്ള അലി ഖമേനിയെ വധിക്കുമെന്നാണ് ഇസ്രയേൽ പ്രതിരോധ മന്ത്രി ഇസ്രായേൽ കാറ്റ്സ് അറിയിച്ചത്. ഇറാൻ ഏകാധിപതിയുമായി ചർച്ചയില്ല, ഖമനേയി ജീവിച്ചിരിക്കരുത്. അമേരിക്ക ഇസ്രയേലിന് നൽകി വരുന്ന സഹായത്തിന് നന്ദിയുണ്ടെന്നും കാറ്റ്സ് പറഞ്ഞു. ഇറാൻ ആക്രമണത്തിൽ ഇസ്രയേലിലെ സൊറോക്കോ സൈനിക ആശുപത്രിയിൽ കനത്ത നാശനഷ്ടങ്ങളാണ് ഉണ്ടായത്. മിസൈൽ ആക്രമണത്തിൽ വലിയ നഷ്ടം സംഭവിച്ചതായി ആശുപത്രി ഡയറക്ടർ ജനറൽ ഷ്ലോമി കോഡേഷ് പറഞ്ഞു. ഇതിന് പിന്നാലെയാണ് ഖമനേയെ വധിക്കുമെന്ന പ്രതിരോധ മന്ത്രിയുടെ പ്രസ്താവന. ഇസ്രയേലിനെ നശിപ്പിക്കുമെന്ന് ഖമനേയി തുറന്നു പറഞ്ഞതാണ്. ആശുപത്രികൾ ആക്രമിക്കുവാൻ അദ്ദേഹം വ്യക്തിപരമായി നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ഇസ്രയേലിനെ തകർക്കുന്നത് ഒരു നേട്ടമായാണ് ഖമനേയി കാണുന്നത്. അങ്ങനെ ഒരാളെ ഇനി നിലനിൽക്കുവാൻ അനുവദിക്കില്ലെന്നും കാറ്റ്സ് ടെൽ അവീവിൽ മാധ്യമങ്ങളോട് പ്രതികരിച്ചു. ഹോളോകോസ്റ്റിന്റെ സമയത്ത് ഇസ്രായേൽ എന്ന രാഷ്ട്രം നിലനിന്നിരുന്നുവെങ്കിൽ, ശക്തമായ ഇസ്രായേൽ പ്രതിരോധ സേന നിലനിന്നിരുന്നുവെങ്കിൽ, ജൂത വിദ്വേഷിയായ ഹിറ്റ്ലറെ പിടികൂടുവാൻ IDF-നെ ബങ്കറിലേക്ക് അയക്കുവാനും ജൂതന്മാരെ ഉന്മൂലനം ചെയ്യുവാനുള്ള അദ്ദേഹത്തിന്റെ പദ്ധതി പരാജയപ്പെടുത്താനും കഴിയുമായിരുന്നു. കൃത്യമായി പറഞ്ഞാൽ ഖമനേയി ആധുനിക ഹിറ്റ്ലർ ആണെന്നും കാറ്റ്സ് പറയുന്നു. ഇതിനിടെ ഇസ്രായേലിലേക്കുള്ള മുഴുവൻ ഫ്ലൈറ്റുകളും ബ്രിട്ടീഷ് എയർലൈൻസ് റദ്ദാക്കിയിട്ടുണ്ട്. നവംബർ ആദ്യ ആഴ്ച വരെയുള്ള വിമാനങ്ങളാണ് റദ്ദാക്കിയത്. മേഖലയിലെ പ്രതിസന്ധി നീണ്ടു നിൽക്കുന്ന സൂചനകളാണ് ദീർഘകാലത്തേക്കുള്ള ഫ്ലൈറ്റുകൾ റദ്ദാക്കൽ നൽകുന്നത്. ഇറാൻ ഇസ്രയേൽ സംഘർഷത്തിൽ വേണ്ട സമയത്ത് ഇടപെടുമെന്നും ഹിസ്ബുള്ള വ്യക്തമാക്കി. അമേരിക്കയുടെ ഭീഷണിക്ക് പിന്നാലെയാണ് നിലപാട് വ്യക്തമാക്കിയിട്ടുള്ളത്. ഹിസ്ബുള്ള സെക്രട്ടറി ജനറൽ ഷെയ്ഖ് നൈൻ ഖാസിമാണ് ഇക്കാര്യം വ്യക്തമാക്കിയത്. ഇറാനെ പ്രശംസിച്ച അദ്ദേഹം ധീരമായ പ്രവർത്തികളാണ് അവരുടെ ഭാഗത്തു നിന്നുണ്ടാകുന്നതെന്നും വ്യക്തമാക്കി. പരമോന്നത നേതാവ് ആയത്തുള്ള അലി ഖമേനിയുടെ നേതൃത്വത്തിൽ അമേരിക്കയുടെ മോഹങ്ങളെ ഇല്ലാതാക്കുകയാണെന്നും അദ്ദേഹം പറഞ്ഞു. അമേരിക്കയ്ക്കും അവരുടെ ക്രിമിനൽ പങ്കാളികളായ ഇസ്രയേലിനും ഇറാനെ കീഴ്പ്പെടുത്താനാവില്ല. ഇറാനൊപ്പമാണ് ഞങ്ങൾ. ഇറാന്റെ നിയമാനുസൃത അവകാശങ്ങളുടെയും സ്വാതന്ത്ര്യത്തിന്റെയും കാര്യത്തിൽ അമേരിക്ക ഇടപെടുമ്പോൾ നോക്കി നിൽക്കാനാകില്ലെന്നും വേണ്ട സമയത്ത് ഇടപെടുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. എന്നാൽ സൊറോക്ക ആശുപത്രി ആക്രമണത്തിന് ഇറാൻ കനത്ത വില നൽകേണ്ടി വരുമെന്നാണ് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു പ്രതികരിക്കുന്നത്. പരമോന്നത നേതാവ് ആയത്തുള്ള അലി ഖമേനി ഉൾപ്പെടെ ഇറാനിൽ ആരും സുരക്ഷിതരല്ലെന്ന് സൊറോക്ക സന്ദർശിച്ച് നെതന്യാഹു ഭീഷണി മുഴക്കി. ഇറാന്റെ ആണവ പദ്ധതികളെ മുച്ചൂട് മുടിക്കുമെന്നും ആവർത്തിക്കുന്നുണ്ട്. ആശുപത്രി ആക്രമണത്തെ റെഡ് ക്രോസ് അപലപിച്ചു. ഇതിനിടെ സയനിസ്റ്റുകളെ അനുകൂലിച്ച് അമേരിക്ക സംഘർഷത്തിൽ ഇടപെട്ടാൽ അവരെ പാഠം പഠിപ്പിക്കുമെന്ന് ഇറാൻ വിദേശകാര്യ സഹമന്ത്രി സയ്യിദ് ബദിസ്സദേഹ് മുന്നറിയിപ്പ് നൽകി. ഇത് അമേരിക്കയുടെ യുദ്ധമല്ലെന്നും പറഞ്ഞു. സംഘർഷം പരിഹരിക്കാനുള്ള സാധ്യത തേടി യൂറോപ്യൻ രാജ്യങ്ങൾ വെള്ളിയാഴ്ച സ്വിറ്റ്സർലാൻഡിലെ ജനീവയിൽ അടിയന്തര യോഗം ചേരും. ഇറാന്റെ വിദേശകാര്യ മന്ത്രി അബ്ബാസ് അറാഖ്ചിയും പങ്കെടുക്കും. US ഭരണകൂടത്തിന്റെ പിന്തുണയോടെയാണ് യോഗമെങ്കിലും US പ്രതിനിധികൾ പങ്കെടുക്കില്ല. ഇറാനിൽ ഇതുവരെ 639 പേരാണ് മരിച്ചതെന്നും അതിൽ 263 പേർ സാധാരണക്കാരാണെന്നും US മനുഷ്യാവകാശ സംഘടന ഹ്യൂമൻ റൈറ്റ്സ് ഗ്രൂപ്പ് പറഞ്ഞു. ഇറാന്റെ 20 സേനാ താവളങ്ങൾ ആക്രമിച്ചുവെന്ന് ഇസ്രായേൽ പ്രതിരോധ സേന വ്യക്തമാക്കി. US ഇറാനെ ആക്രമിക്കരുതെന്ന് ആവശ്യപ്പെട്ട് വൈറ്റ് ഹൌസിന് മുന്നിൽ പ്രതിഷേധമുയർന്നുണ്ട്. അഭിപ്രായ സർവേകളും ഭൂരിഭാഗം യുദ്ധം ആഗ്രഹിക്കുന്നില്ലെന്നാണ് വ്യക്തമാക്കിയത്. ചൈനയും ഇന്തോനേഷ്യയും ഇസ്രായേലിൽ നിന്ന് പൗരരെ ഒഴിപ്പിച്ചു. ടെൽ അവീവ്, രാമത് ഖാൻ, ഹൂളൻ എന്നിവിടങ്ങളിൽ ബഹുനില കെട്ടിടത്തിനും പാർപ്പിട സമുച്ചയങ്ങൾക്കും നേരെ ഇറാൻ ആക്രമണമുണ്ടായി. 200-ലേറെ പേർക്ക് പരിക്ക് പറ്റി. വ്യാഴാഴ്ച ഇറാൻ തൊടുത്ത 20ഓളം മിസൈലുകളിൽ 5 ഇസ്രായേലിലെ അയൺ ഡോമിന് പ്രതിരോധിക്കാനായില്ല.
കൃത്യമായ മുന്നൊരുക്കമോ തന്ത്രങ്ങളോ ഇല്ലാതെ ഇസ്രയേൽ ഇറാൻ സംഘർഷത്തിൽ ട്രംപ് എടുത്തു ചാടിയേക്കുമോ എന്ന കാര്യത്തിൽ കടുത്ത ആശങ്കയിലാണെന്ന് പറഞ്ഞ ചങ് ഷൂമറുടെ നേതൃത്വത്തിൽ ഡെമോക്രാറ്റിക് സെനറ്റർമാർ സംയുക്ത പ്രസ്താവന ഇറക്കി. ടെഹ്റാനിൽ നിന്ന് 250 കിലോമീറ്റർ അകലെയാണ് വ്യാഴാഴ്ച ഇസ്രയേൽ ആക്രമിച്ച ഖോണ്ടബിലെ അറാഖ് ആണവ റിയാക്ടർ. ഇവിടെ അണുവികിരണം ഉണ്ടായിട്ടില്ലെന്നാണ് റിപ്പോർട്ട്. ഖനജലം ഉപയോഗിച്ചാണ് ഇവിടെ ആണവ റിയാക്ടറുകളെ തണുപ്പിക്കുന്നത്. പ്രക്രിയയിൽ ഉപോൽപ്പന്നമായി ലഭിക്കുന്ന പ്ലൂട്ടോണിയം ആണവായുധമുണ്ടാക്കുന്നതിൽ യുറേനിയത്തിന് ബദലായി ഉപയോഗിക്കാം. 60% പരിശുദ്ധിയിൽ യുറേനിയം സമ്പുഷ്ടീകരിക്കുന്ന ആണവായുധമില്ലാത്ത ഏക രാജ്യമാണ് ഇറാൻ. അതേസമയം യുഎസിന്റെ മറ്റു പാശ്ചാത്യ രാജ്യങ്ങളുടെ പിന്തുണയോടെ പ്രവർത്തിക്കുന്ന ഇസ്രായേൽ പശ്ചിമേഷ്യയുടെ സമാധാനത്തിന് ഭീഷണിയായ ക്യാൻസറാണെന്നാണ് ഉത്തര കൊറിയ കുറ്റപ്പെടുത്തിയത്. ആണവ പദ്ധതിയുമായി ബന്ധപ്പെട്ട് അന്താരാഷ്ട്ര ഉപരോധം നേരിടുന്ന രാജ്യങ്ങളായ ഉത്തര കൊറിയയും ഇറാനും തമ്മിൽ 1973 മുതൽ നയതന്ത്ര ബന്ധമുണ്ട്. ജെറൂസലേമിലെ US സ്ഥാപനപതി കാര്യാലയത്തിൽ നിന്ന് അധികം നയതന്ത്ര ഉദ്യോഗസ്ഥരെയും കുടുംബാംഗങ്ങളും US ഒഴിപ്പിച്ചു. ജോർദാനും ഈജിപ്തും വഴിയാണ് ഇവരെ നാട്ടിലെത്തിച്ചത്. അമേരിക്കൻ പൗരരെ കടൽ വ്യോമ മാർഗം ഒഴിപ്പിക്കുവാനുള്ള നടപടി തുടങ്ങിയിട്ടുണ്ടെന്ന് ഇസ്രയേലിലെ US സ്ഥാനപതി മൈക്ക് ഹക്കാബി പറഞ്ഞു. ഇറാൻ ഇസ്രയേൽ സംഘർഷം രൂക്ഷമാകുന്ന സാഹചര്യത്തിൽ രാജ്യത്തിന്റെ ആണവ കരുത്ത് വ്യക്തമാക്കുകയാണ് ഇസ്രയേൽ. US തന്റെ രാജ്യത്തിന് പിന്തുണ നൽകിയാലും ഇല്ലെങ്കിലും ഇറാന്റെ എല്ലാ ആണവ കേന്ദ്രങ്ങളും തകർക്കുവാൻ ഇസ്രയേലിന് സാധിക്കുമെന്നാണ് അദ്ദേഹം വ്യക്തമാക്കിയത്. ഫോർഡോയിലെ ഭൂഗർഭ ആണവ കേന്ദ്രങ്ങൾ ഉൾപ്പെടെയുള്ള ഇറാനിയൻ കേന്ദ്രങ്ങൾ തകർക്കുവാൻ യുഎസിന്റെ പച്ചക്കൊടിക്കായി കാത്തിരിക്കില്ലെന്നും അദ്ദേഹം വ്യക്തമാക്കി. ഇസ്രയേലിന്റെ എല്ലാ ലക്ഷ്യങ്ങളും നിറവേറ്റുമെന്നാണ് കാൻ പബ്ലിക് ബ്രോഡ്കാസ്റ്റിംഗിന് അനുവദിച്ച അഭിമുഖത്തിൽ ബെഞ്ചമിൻ നെതന്യാഹു അറിയിച്ചത്. അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഇസ്രയേലുമായി പങ്കുചേരുവാൻ ആഗ്രഹിക്കുന്നുണ്ടോ ഇല്ലയോ എന്നത് പൂർണ്ണമായും അദ്ദേഹത്തിന്റെ തീരുമാനമാണെന്നും ബെഞ്ചമിൻ നെതന്യാഹു വ്യക്തമാക്കി. ഇറാന്റെ നതാൻസിലുള്ള സമ്പുഷ്ടീകരണ കേന്ദ്രം, ടെഹ്റാനു ചുറ്റുമുള്ള സെൻട്രിഫ്യൂജ് വർക്ക്ഷോപ്പുകൾ, ഇസ്ഫഹാനിലെ ഒരു ആണവ കേന്ദ്രം, ഇറാന്റെ ബാലിസ്റ്റിക് മിസൈൽ ലോഞ്ചറുകളിൽ ഭൂരിഭാഗമെന്ന സൈന്യം വിലയിരുത്തുന്ന സ്ഥലങ്ങൾ എന്നിവ ലക്ഷ്യമിട്ടാണ് ഇസ്രയേൽ വ്യോമാക്രമണം നടത്തിയത്. ഇതിനിടയിൽ ഇന്ന് പുലർച്ചെ കാസ്പിയൻ കടലിലെ റാഷ് നഗരത്തിലേക്ക് ഇസ്രയേൽ വ്യോമാക്രമണം നടത്തിയതായി ഇറാനിയൻ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. നഗരത്തിന്റെ തെക്കു പടിഞ്ഞാറ് സ്ഥിതി ചെയ്യുന്ന റാഷ് ഇൻഡസ്ട്രിയൽ സിറ്റിക്ക് ചുറ്റുമുള്ള പ്രദേശങ്ങളിൽ നിന്ന് പലായനം ചെയ്യുവാൻ ഇസ്രയേൽ സൈന്യം പൊതുജനങ്ങൾക്ക് മുന്നറിയിപ്പ് നൽകി. അതേസമയം ഇറാനെ ആക്രമിക്കാനുള്ള പദ്ധതി ഡൊണാൾഡ് ട്രംപ് അംഗീകരിച്ചു. ആക്രമണം തുടങ്ങുന്ന കാര്യത്തിൽ അന്തിമ തീരുമാനമെടുത്തിട്ടില്ല. ട്രംപിന്റെ ഉത്തരവ് ലഭിച്ചാൽ ഉടൻ ആക്രമണം ആരംഭിക്കാൻ സജ്ജമാകണമെന്നാണ് പ്രതിരോധ സെക്രട്ടറി പീറ്റ് ഹെഗ്സോത്ത് അറിയിച്ചിട്ടുള്ളത്. തലസ്ഥാനമായി ടെഹ്റാൻ അടക്കം ഇറാനിയൻ നഗരങ്ങളിൽ നിന്ന് ജനങ്ങൾ കൂട്ടപ്പലായനം തുടങ്ങി. ഫോർഡോയെ ലക്ഷ്യമിട്ടായിരിക്കും US ആക്രമണമെന്നാണ് സൂചനകൾ. ഇറാന്റെ പരമോന്നത നേതാവ് അയത്തുള്ള അലി ഖമേനിയെ ജീവിച്ചിരിക്കുവാൻ അനുവദിക്കില്ല എന്നാണ് ഇസ്രയേൽ പ്രതിരോധ മന്ത്രി ഇസ്രയേൽ കാറ്റ്സ് പ്രഖ്യാപിച്ചത്. ബീർഷബയിലെ സൊറാക്ക ആശുപത്രിയിൽ ഇറാന്റെ മിസൈൽ പതിച്ചതാണ് പ്രകോപനമായത്. 30-ലേറെ പേർക്ക് പരിക്കേറ്റിരുന്നു. ആണവ പദ്ധതി ഉപേക്ഷിക്കാൻ തയ്യാറായാൽ US ആക്രമിക്കില്ല. യുഎസിന്റെ ഭീഷണിക്ക് കീഴടങ്ങില്ല എന്നാണ് ഇറാൻ പരമോന്നത നേതാവ് അയത്തുള്ള അലി ഖമേനിയുടെ നിലപാട്. US ഇടപെടൽ പാടില്ലെന്നും റഷ്യ ആവർത്തിച്ചു. 270-ലേറെ പേർക്കാണ് കഴിഞ്ഞ ദിവസം പുലർച്ചെ ഇറാന്റെ ആക്രമണത്തിൽ ഇസ്രയേലിൽ പരിക്കേറ്റത്. ഇറാനിൽ അരക്, നദാൻസ് ആണവ കേന്ദ്രങ്ങളിലടക്കം ഇസ്രയേൽ ബോംബിട്ടിരുന്നു. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത.